വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വേറെ ഒന്നുമല്ല കേട്ടോ, ഇയാളെ സ്റ്റോറിയാണ്, അതായത് എൻ്റെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറീനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസൺ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ മെയിനായിട്ട് യൂസ് ചെയ്ത ഒരു ആപ്പ് പറയുന്നത് യൂട്യൂബാണ് കേട്ടോ. അതിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ ലേഡീസിൻ്റെ വീഡിയോസൊക്കെ കാണില്ലേ, ഓരോ ട്രൈമസ്റ്ററിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ അതുപോലെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്, ഡെലിവറി സ്റ്റോറി, ഡെലിവറി എക്സ്പീരിയൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ കാണാറ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പലരും പറയുന്ന കേൾക്കലുണ്ട് പാട്ട് കേൾക്കണം കുട്ടിക്ക് നല്ലതാക്കും. പക്ഷേ ഞാൻ നേരെ തിരിച്ചിട്ടിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കാണാറ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയൊക്കെ വിളിക്കുക, അവൾ യൂട്യൂബൊക്കെ ഒരു പ്രസവം എടുക്കും, യൂട്യൂബാണ് അവളെ ഡോക്ടർ, അങ്ങനെയൊക്കെ ആട്ടോ എന്നെ പറയാറ്. തമാശയ്ക്ക് അങ്ങനെ ഓരോന്ന് പറയും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ യൂട്യൂബും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കാണാറുണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് പ്രഗ്നൻസി ടൈമിൽ കാണണം, അപ്പോൾ എന്നെപ്പോലെ കാണുന്ന പലരും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് എന്തുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൂടാന്ന് എനിക്ക് തോന്നി. ഡെലിവറി കഴിഞ്ഞിട്ട് 8 മാസമായിട്ടോ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് വീഡിയോസും ഓരോന്നൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയത്. അപ്പം ഈ വീഡിയോസും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പം നമുക്ക് നമ്മളെ കഥയിലേക്ക് കിടക്കാം. അതായത് പ്രഗ്നൻ്റ് ആണ് അറിഞ്ഞത് ഒരു ജനുവരി 1, 2024 കേട്ടോ. അപ്പം അറിഞ്ഞ സമയത്ത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ തൊട്ട് മുന്നേ നമുക്കൊരു അബോർഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ആരോടും റിവീൽ ചെയ്യേണ്ട, എല്ലാം നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഞാനത് വല്ലാണ്ട് എക്സ്പ്രസ് ചെയ്ത് എല്ലാവരും പറയുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഫാമിലീനോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറഞ്ഞു കേട്ടോ. നേരത്തെ തന്നെ അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സന്തോഷം സഹിക്കുകയാണ് എല്ലാവരോടും പറഞ്ഞു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആയ സമയത്ത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് ഡെലിവറി അവിടെയായിരുന്നു. അപ്പോൾ അവിടെ തന്നെയാണ് സെക്കൻഡ് ഡെലിവറി നോക്കാമെന്നുള്ള വിചാരിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഒ പിയിലാണ് ഞാൻ കാണിക്കൽ. ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടൊരു ഡോക്ടറും കാര്യങ്ങളും ഇല്ല, അവരെ വീട്ടിൽ പോയി കാണിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഒ പിയിൽ പോയിട്ട് കാണിക്കില്ല കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് ഭയങ്കര വൊമിറ്റിങ്ങും, സ്മെല്ല് പറ്റുന്നില്ല, ബ്രഷ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. മോർണിംഗ് സിക്നെസ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് മോർണിംഗിൽ മാത്രമല്ലായിരുന്നു, എപ്പോൾ ഫുഡ് കഴിച്ചാലും അല്ലെങ്കിൽ ഫുഡ് കാണുമ്പോഴും അതിൻ്റെ സ്മെല്ല് വരുമ്പോഴും പെർഫ്യൂമിൻ്റെ സ്മെല്ല്, സോപ്പിൻ്റെ സ്മെല്ല് ഒന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വെള്ളം വരെ കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് വെള്ളം കുടിക്കുക പറയുന്നതിനെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു. പൊതുവേ ഞാൻ വെള്ളം കുടിക്കാൻ കുറച്ച് പിന്നിലേക്കാണ്, എൻ്റെ ഡ്രൈ സ്കിന്നും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഈ ഒരു ടൈമും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളം കുടിക്കുകയും വേണം. ഞാൻ മാക്സിമം ജ്യൂസുകൾ ഉണ്ടാക്കിയിട്ടും അങ്ങനെ ഓരോന്നാക്കിയിട്ട് വെള്ളം കുടിക്കാൻ നോക്കലുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് വല്ലാണ്ട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തോ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ എന്താ അറിയില്ലല്ലോ. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇത് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സംഭവമാണ്, അത് കാര്യമാക്കണ്ട, പിന്നെ സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പം അത് വെയിറ്റ് കൂടിയില്ലെങ്കിലാണ് പ്രശ്നമുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് സമാധാനമായിട്ടോ. അങ്ങനെ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പം വൊമിറ്റിംഗ് ഒക്കെ നിന്നു, നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ 5th മന്തൊക്കെ ആയപ്പം അനോമലി സ്കാനിൽ കുട്ടികളെ അംഗവൈകല്യം ഉണ്ടോ എന്ന് നോക്കുന്നൊരു സ്കാനിങ് ആണത്. അപ്പം അതെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെടുത്തപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം അതിൽ നോട്ട് ചെയ്യപ്പെട്ടു. കാരണം കുട്ടിക്ക് ഹാർട്ടിൽ ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് വല്ലാണ്ട് എന്നെ പാനിക്കാക്കി, എന്താ ചെയ്യുക എന്നുള്ള ടെൻഷനായി. അപ്പോൾ ഹസ്ബൻഡ് കൂടെ നിന്നിട്ട് എന്താ കാമാക്കി, കുഴപ്പമൊന്നുമില്ല, അത് ഡോക്ടർ പറഞ്ഞ് അധിക പേർക്കും ഉണ്ടാവും, ലാസ്റ്റ് മന്താകുമ്പോഴത്തേക്ക് പോകുന്നല്ലേ, പിന്നെ പേടിക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സ്കാനിങ് എടുത്ത ഡോക്ടർ പറഞ്ഞു പിന്നീട് ചിലപ്പം നിങ്ങൾക്ക് ഇനിയുള്ള മാസങ്ങളിൽ ചിലപ്പം ആ സ്കാനിങ് റിപ്പീറ്റ് ചെയ്യാൻ പറയാനുണ്ടാവും നിങ്ങളെ ഡോക്ടർ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും ഉള്ളിൽ വല്ലാണ്ടൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നുള്ള ആളെ മൂവ്മെൻറ്റൊക്കെ കിട്ടി തുടങ്ങിയൊരു ടൈമും കൂടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂസ് കേട്ടപ്പം വല്ലാണ്ട് ഞാൻ എന്താ പറയുക ഡെസ്പായി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും എൻ്റെ ചുറ്റുള്ളവരെന്നെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നു. അങ്ങനെ 5 മന്ത് കഴിഞ്ഞു. 6 മന്ത് ആയപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല, ആളെ കിക്കൊക്കെ നന്നായി കിട്ടുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ക്രേവിങ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡെലിവറി കമ്പയർ ചെയ്യുമ്പോൾ.
അങ്ങനെ പ്രത്യേകിച്ച് ക്രേവിങ്സ് ഒന്നുമില്ല, എന്ത് ഫുഡായാലും കഴിക്കാം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. അങ്ങനെ തേർഡ് ട്രൈമസ്റ്റർ ആയപ്പം 7th മന്തിലൊരു സ്കാനിങ് ഉണ്ടായിരുന്നു. നോർമലായിട്ടുള്ള സ്കാനിങ് ആണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എനിക്ക് മുന്നത്തത് ഒരു സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ ഞാൻ പല വീഡിയോസിലായാലും പലരും പറയുന്നത് കേട്ടിട്ടുമുണ്ട്, ഫസ്റ്റത്തെ CS ആണെങ്കിൽ സെക്കൻഡ് കുറച്ച് നേരത്തെ സർജറി ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഞാനൊക്കെ നല്ല പ്രിപ്പയർഡായിട്ട്, ബോഡി നല്ല പ്രിപ്പയറായി, എന്താ പറയുക, മൈൻഡൊക്കെ സെറ്റാക്കിയുള്ള ഇതിലായിരുന്നു ഉണ്ടായത്. അപ്പം ഒരു 9th 7th 8th എല്ലാ മന്തിലും ഓരോ മന്തിലും ഒരു 2 വീക്ക് കൂടുമ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പം അന്നേരം ഒന്നും കുഴപ്പമില്ല, കിക്കൊക്കെ ഇട്ടുണ്ട്, ഹാർട്ട് ബീറ്റൊക്കെ ഓക്കെയാണ്, കുട്ടിക്ക് കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറിയിൽ ഷുഗർ ഉള്ളതുകൊണ്ട് ഈ ഡെലിവറിയിൽ ഞാൻ നന്നായിട്ട് ഈ പ്രഗ്നൻസി പീരീഡിൽ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഷുഗർ വരാണ്ട്, ഓവർ റൈസൊക്കെ കഴിക്കാണ്ട് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചിട്ടായിരുന്നു കഴിക്കലൊക്കെ ഉണ്ടായത്. അതിനനുസരിച്ചുള്ള വെയിറ്റ് കുട്ടിക്ക് ഉണ്ടായതുള്ളൂ കേട്ടോ. അപ്പം ഓവർ ബൾക്കി ആവാതെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇതൊരു പെൺകുട്ടി ആയിരിക്കും എന്നുള്ളത്. കാരണം ഫസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പം നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റത്തിൽ എനിക്ക് നെക്കിലൊക്കെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടായിരുന്നു, ഇതിലെനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്കിന്നൊക്കെ ഒരു ഗ്ലോ, അതുപോലെ തന്നെ പിമ്പിൾസും കാര്യങ്ങളും ഇല്ല, അങ്ങനത്തെ ഒരു ഫെയർ ലുക്കിലായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പം എന്താ പറയുക, അതുകൊണ്ട് എനിക്ക് പെൺകുട്ടി എന്നുള്ളൊരു സംഭവമായിരുന്നു മൈൻഡിൽ. അപ്പോൾ കുട്ടിക്കുള്ള ഡ്രസ്സ് നമ്മളൊരു 7 month ഒക്കെ ആയപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അന്നേരമൊക്കെ പെൺകുട്ടികളുടെ ഡ്രസ്സിലേക്ക് കേട്ടോ എനിക്ക് കൈ പോവുക. അപ്പോൾ ഹസ്ബൻഡ് പറയും, നീ വെറുതെ എടുത്തിട്ട് അത് പെൺകുട്ടിയല്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ നിനക്കൊരു സങ്കടമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രസ്സ് അവിടെ തന്നെ എന്നെ കൊണ്ട് വെപ്പിക്കും. എന്നിട്ട് കോമൺ ആയിട്ട് കുട്ടിക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സുകളാട്ടോ എന്നെ കൊണ്ട് എടുപ്പിക്കൽ. അങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ 9th month ആയപ്പം സ്റ്റാർട്ടിങ് ഒക്കെ ആയപ്പം ഡോക്ടർ ഒരു August 5th ഒക്കെ ആയപ്പം പോയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നെക്സ്റ്റ് വീക്ക് കാണിക്കാൻ വരണം, അന്നേരം അഡ്മിറ്റ് ആവാൻ കണക്കായിട്ട് വന്നോളൂ, കാരണം അഡ്മിറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, അപ്പോൾ അതിനുള്ള സാധനങ്ങളും എല്ലാം ആയിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് ഞങ്ങൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വൈറ്റ് ഡ്രസ്സ് വേണം, അതായത് വൈറ്റ് മുണ്ടും വൈറ്റ് ജമ്പർ പോലത്തെ ബ്ലൗസ്, അതും വൈറ്റ് തോർത്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അതൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അയൺ ചെയ്യലും ഒക്കെ ഉണ്ടായി, അറേഞ്ച് ചെയ്ത് വെക്കലും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ നെക്സ്റ്റ് വീക്ക് അഡ്മിറ്റ് ആവണം പറഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് നല്ല ഷടപടേന്നായിട്ട് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങൾ പോകുന്നത് ഒരു August 12th പോകുന്നത്. അന്ന് ചെന്നപ്പോൾ അഡ്മിറ്റ് ആക്കാം എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായത് PV ചെക്ക് ചെയ്യുമോ എന്നുള്ളതാണ്, അതായത് ഉള്ളു പരിശോധിക്കുമോ എന്നുള്ളത്. അപ്പം അത് കുറച്ച് ഫസ്റ്റത്തെ ഡെലിവറിയിൽ PV 2-3 പ്രാവശ്യം എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് വളരെ പെയിൻഫുള്ളായിരുന്നു. അപ്പോൾ അതെനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അത് ചെയ്യുമെന്നുള്ളത്. അപ്പം ഡോക്ടർ പറഞ്ഞു PV ചെയ്യേണ്ട കാര്യമില്ല, കാരണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി സിസേറിയൻ ചെയ്യാൻ നമ്മൾ ഫിക്സ് ചെയ്തതാണ്, അപ്പോൾ അതുകൊണ്ട് ഇനി PV ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പാതി സമാധാനമായി. അങ്ങനെ ഡോക്ടറൊക്കെ എഴുതി തന്നു. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മെയിൻ സംഭവം നമ്മളെ കുറേ ഇങ്ങോട്ടിട്ട് നടത്തിക്കും, കുറേ പേപ്പേഴ്സ് റെഡിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ആകുമ്പം ഒരു ഉച്ച നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, വാർഡിലാണ് അഡ്മിറ്റായത്. അങ്ങനെ അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും. അപ്പോൾ നമ്മളെവിടെയാണ് നിർത്തിയേ? അങ്ങനെ അഡ്മിറ്റാക്കി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എനിമ തരലും പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ആക്കൽ, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം 13-ാം തീയതി ആയിരുന്നു ബ്ലഡ് ടെസ്റ്റുകൾ, HIV ടെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ചെയ്തിട്ട് 14th ഡെലിവറി ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. 13th പിന്നെ അനസ്തേഷ്യേൻ്റെ ഡോക്ടറെ കാണലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തതിൽ ഏറ്റവും മോശമായ ഒരു ഡിസിഷൻ എനിക്ക് തോന്നിയത്, അവിടെയുള്ള ഒരു നേഴ്സിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറീൻ്റെ സമയത്ത് അനസ്തേഷ്യ തന്ന് സർജറി കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരെ എനിക്ക് വല്ലാണ്ട് കുത്തി ചുമക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സിസ്റ്റർ പറഞ്ഞു ചുമക്കരുത്, സ്റ്റിച്ച് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ചുമ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചുമ വരുന്നതെന്ന് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, അത്രയും എമർജൻസി ആണെങ്കിൽ മാത്രം ചുമച്ചോളൂ എന്നായിരുന്നു.
അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക. ഞാൻ എന്നിട്ട് എങ്ങനെയൊക്കെയോ അടക്കി പിടിച്ചിട്ടോ ചുമ. അപ്പം അത് ഞാൻ പറഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞു ഇതെന്തായാലും അനസ്തേഷ്യൻ്റെ ഡോക്ടറോട് നിങ്ങൾ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം 13th അന്ന് അനസ്തേഷ്യൻ്റെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചുമ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ആരും ഒരിക്കലും പറയുകയേ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഡെലിവറിയിൽ ചുമ ഉണ്ടായിട്ട് സെക്കൻഡ് ഡെലിവറിയിൽ അത് എന്തെങ്കിലും പ്രശ്നമാവോ വെച്ചിട്ട് നിങ്ങളത് പറയുകയേ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത് പറഞ്ഞുകൊണ്ടാണോ അറിയില്ല, ഒരു അനസ്തേഷ്യൻ്റെ ഡോക്ടർ ഓക്കെ എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതിയെടുത്തു. പിറ്റേന്ന് സർജറീൻ്റെ ദിവസമായി, ക്യാനിലൊക്കെ ഇട്ടു, ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ എന്താ പറയുക സർജറിക്ക് കയറ്റി നേരം അനസ്തേഷ്യയൊക്കെ തന്നു. അതൊന്നും എനിക്ക് വലിയ പേടിയൊന്നുമില്ലായിരുന്നു, ചെറിയൊരു പെയിനേ ഉണ്ടായുള്ളൂ കേട്ടോ. അതങ്ങനെ കഴിഞ്ഞ് സർജറി ചെയ്ത് പകുതിയായപ്പം എനിക്ക് തരിപ്പൊക്കെ ഇങ്ങനെ വിട്ട് തുടങ്ങി കേട്ടോ. ചെറിയ രീതിയിൽ ഞാൻ പെയിനൊക്കെ അറിയാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ പെയിൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പെയിന് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്, എനിക്ക് വല്ലാണ്ട് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആണോ നിങ്ങൾക്ക് ശരിക്കും വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിക്കും ഇല്ലാണ്ട് എങ്ങനെ പറയാം വേദനിക്കുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമൊക്കെ പിടിച്ചിട്ടോ. വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. കുരിശിൽ കടത്തിയ രണ്ട് സൈഡും അവർ എന്താ പറയുക ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞ് ക്യാനില വഴി ചെറിയൊരു എന്താ പറയുക ഇഞ്ചക്ഷൻ തരാം, അപ്പോൾ വേദനയൊക്കെ പോയിക്കോളൂ കേട്ടോ എന്നാണ്. പക്ഷേ എനിക്കത് അവർ ക്യാനലയിൽ ഇഞ്ചക്ഷൻ വെച്ചിരിക്കുന്നോന്നും അറിയില്ല, ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ കുട്ടീനെ എടുത്തിട്ട് പറഞ്ഞു പെൺകുട്ടിയാണ് കേട്ടോ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഞാൻ വിചാരിച്ച എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക ഫാമിലി ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തായാലും പെൺകുട്ടിയായിരിക്കും. പിന്നെ എനിക്കുണ്ടായ മാറ്റങ്ങളും ഫസ്റ്റ് കമ്പയർ ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലും അതൊരു ഗേളാണ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായേ. എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തെത്തിയിട്ട് ഹസ്ബൻഡിനോട് ഇപ്പം എങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞാൽ ശരിയായില്ലേ അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഇതൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ നിന്ന് മുതൽ പിന്നെ ഫുള്ള് കാര്യങ്ങൾ തകിടം മറണമെന്ന് പറയാം. കാരണം എന്താ പറയുക സർജറി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം അവർ വയറിങ്ങനെ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്, കുട്ടീനെ പുറത്ത് കാണിച്ചു വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ കാണിച്ചു വന്നിട്ട് എന്നോട് പറയേണ്ടത് പ്രസവം നിർത്തുന്നില്ല, ഞങ്ങൾ നിർത്താൻ വേണ്ടി ഫോമൊക്കെ സൈൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസവം നിർത്താൻ പറ്റില്ല, കുട്ടി കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നീട് നിങ്ങൾ കുട്ടി വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കുട്ടി പ്രസവം നിർത്തിയാൽ അത് നടക്കില്ല, അതുകൊണ്ട് നിർത്തുന്നില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ തുന്നുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല പെയിന് സഹിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു തരിപ്പ് പോലെ വന്നു, പിന്നെയും പെയിന് അങ്ങനെ മാറി മാറി കളിക്കേണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്നെ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന നേരം ഫസ്റ്റ് ഇതിലുണ്ടായ പോലത്തെ ചുമയും കാര്യങ്ങളൊന്നും അന്നേരം എനിക്ക് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഡോസ് കുറച്ചത് എന്തോ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ ചുമയ്ക്കാത്തത് നിന്നത്. അപ്പം പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കാനലയിൽ ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെ ആ ഒരു മയക്കം വന്നത്. എനിക്ക് അത്രയും വേദന സഹിച്ചിട്ട് ഞാൻ വല്ലാണ്ട് മയങ്ങിപ്പോയിട്ടോ. അപ്പം എന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന നേരം എനിക്ക് സത്യം പറഞ്ഞാൽ ബോധമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അറ്റൻഡർ ഇങ്ങനെ മുഖത്ത് തട്ടിയിട്ട് ആരൊക്കെയാ നോക്ക്, എല്ലാവരെയും കാണുന്നില്ലേ, മോനുമ്മ കൊടുക്ക്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഒരവസ്ഥയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ മോനെ കണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ റൂമിലേക്ക് ആക്കി. പക്ഷേ ഞാൻ എൻ്റെ പെയിൻ്റെ ഇതുകൊണ്ടാണോ അറിയില്ല, ഞാൻ കുട്ടീനെ പറ്റിയൊരു കാര്യം ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കുട്ടീൻ്റെ അവസ്ഥ എന്താ, കുട്ടിക്ക് എന്താ പറ്റിയത്, ഇങ്ങനെയുള്ള കാര്യം കുട്ടി എവിടെയാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായില്ല. ഞാൻ അത്രയും ടയേർഡായിരുന്നു. അപ്പോൾ അന്നൊരു ദിവസം ഫുള്ള് നമ്മൾ ഒരു സ്പെഷ്യൽ വാർഡ് പോലത്തെ ഒരു ഇതിലായിരുന്നു ഉണ്ടായത്. അതിന് പിറ്റേ ദിവസം വേറൊരു വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഈ ക്ലോത്ത്സൊക്കെ മാറ്റി എന്താ പറയുക മുടിയൊക്കെ രണ്ടാമത് മാറ്റി കെട്ടി നടന്നിട്ട് വേണം ആദ്യം പോയി യൂറിൻ പാസ് ചെയ്യണം. യൂറിൻ പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂറിൻ്റെ ട്യൂബ് ഊരി തരുള്ളൂ. അപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ട്യൂബ് ഇടും. അങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്ത് വന്ന് വേറെ വാർഡിലേക്ക് നമ്മൾ നടന്നു പോകണം. അതാണെങ്കിൽ കുറച്ചധികം ദൂരമുണ്ട് വാർഡിലേക്ക്. അങ്ങനെ നടന്നു പോയി എന്താ പറയുക എങ്ങനെയൊക്കെയോ ഭയങ്കര സ്ട്രഗിളാണത്. അങ്ങനെ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നടന്നു പോയി ഒക്കെ അവിടെ പോയിരുന്നു. പിന്നെയുള്ള 2 ദിവസം പറഞ്ഞാൽ നല്ല നടക്കാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെയിന് വേഗം മാറാൻ വേണ്ടിയിട്ട് എന്തായാലും നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ എൻ്റെ അമ്മേനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൾ ചെയ്തപ്പം ഇങ്ങനെ എന്താ കുട്ടീൻ്റെ കാര്യം പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്തോ ഒരു
ഒരു സംശയം പോലെ, എന്താ കുട്ടീനെ ഇതുവരെ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല, എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പാല് പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ കുട്ടീൻ്റെ കാര്യമൊന്നും പറയുന്നുമില്ല. പക്ഷെ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, എന്തെങ്കിലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ അമ്മേനോട് ചോദിച്ചു, എന്താണ് കുട്ടിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഓക്സിജൻ്റെ പ്രശ്നവും ഒക്കെ ഉണ്ട്, NICUലാണ് കുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വേറെ 2-3 ആൾക്കാരെ കുട്ടികൾ അങ്ങനെ NICUലുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരൊക്കെ നല്ല കൂളായിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ വലിയ NICU പറഞ്ഞാൽ അത്ര വലിയ സംഭവം അല്ലേക്കും എന്നുള്ളതിലാട്ടോ വന്ന്. അങ്ങനെ ഒരു 5th ഡേ ഒക്കെ ആയപ്പം, അല്ല 3rd ഡേ ആയപ്പം, 3rd or 4th ഡേ ആയപ്പം കുട്ടീനെ വാർഡിലേക്ക് കൊണ്ടു തന്നു കേട്ടോ, ഒന്ന് ഫീഡ് ചെയ്യുന്ന പറഞ്ഞിട്ട്. അന്നാണ് ഞാൻ അവളെ ഫസ്റ്റായിട്ട് കാണുന്നത്. സർജറി ചെയ്തിട്ടും കുട്ടിയെ പെൺകുട്ടിയാണെന്ന് പറയാന്നല്ലാണ്ട് ഞാൻ കുട്ടീൻ്റെ മുഖം കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആളെ ഫോട്ടോ കൊടുത്തു. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൽ നേരെ തലതിരിച്ചായിരുന്നു എൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ നടന്നത്. കാരണം ഞാൻ കുട്ടീനെ കൊണ്ടുവരുന്ന നേരം ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഫസ്റ്റ് ടൈം ഹോൾഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ എടുക്കണമെന്നും, പിന്നെ അതുപോലെ തന്നെ മോന് ഫസ്റ്റായിട്ട് ബേബീനെ കാണുമ്പോഴുള്ള റിയാക്ഷനൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തെടുക്കണം, വലുതായി അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു രസിക്കല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ എടുക്കണം വിചാരിച്ച ഒരാളാണ്. പക്ഷേ എൻ്റെ പ്ലാനിങ് എല്ലാം ദൈവം വിചാരിച്ചത് വേറൊരു പ്ലാൻ എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അങ്ങനെ കുട്ടീനെ കൊണ്ടുവന്നു. പക്ഷെ അന്ന് അവളെ നമ്മൾ ഫീഡൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ ഓക്സിജൻ്റെ ലെവൽ വല്ലാണ്ട് കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി വാർഡിൽ വെക്കാൻ പറ്റില്ല, NICUലേക്ക് തന്നെ കൊണ്ടുവരണം എന്നോ. അങ്ങനെ തിരിച്ചു കൊണ്ടുപോയപ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആളെ മര്യാദയ്ക്കൊന്നും കിട്ടിയില്ലായിരുന്നു കയ്യിലേക്ക്. അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് 5th ഡേ അല്ലേ, ഇനിയിപ്പം കുട്ടീൻ്റെ അടുത്തേക്ക് പോകാമെന്നുള്ളത്. അന്നാണെങ്കിൽ കുറച്ച് ദൂരെ ആട്ടോ NICU പറയുന്നത്, നടന്ന് പോകണം. നടന്ന് പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ചിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ തിരിച്ച് വാർഡിലേക്ക് വരണം, പിന്നെയും കുട്ടീൻ്റെ അടുത്തേക്ക് പോകണം. അവിടെയാണെങ്കിൽ കിടക്കാനൊന്നും അധികം ഫെസിലിറ്റി ഒന്നുമില്ല ബെഡിൻ്റെ. അന്ന് 10 കുട്ടികളായിട്ടും NICUലുണ്ട്. അവരെ അമ്മമാർ പറഞ്ഞാൽ C-section കഴിഞ്ഞവരൊക്കെ, നോർമൽ ഡെലിവറി കഴിഞ്ഞ അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസ്റ്റ് ആവശ്യമാണ്. അവിടെ 3-4 ബെഡായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൂടി കിടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഒരു ബെഡിൽ തന്നെ 2 ആൾക്കാരൊക്കെ കിടക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതത്ര പോസിബിളും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നിട്ട് എന്താ പറയുക, എൻ്റെ സ്റ്റിച്ചിൽ നിന്ന് നീരൊക്കെ വരാൻ തുടങ്ങിയിട്ടായിരുന്നു. പിന്നെ ഞാൻ ആ NICU എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നത് തന്നെ വീഡിയോയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് അന്ന് ആ NICU വാതിലാവുന്ന കയറിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, എന്താ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. കാരണം ഇപ്പം ഞാനത് ചിരിച്ച് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അന്ന് ഞാൻ അനുഭവിച്ച് പറയാൻ ഞാൻ അവിടെ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞ് നിന്നെപ്പോലെ വേറെ അമ്മമാർ ഇവിടെ നിൽക്കുന്നുണ്ട്, നീ മാത്രമൊന്നല്ല, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, നീ പോകണം വാർഡിലേക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ നിൽക്കണമായിരുന്നു, എൻ്റെ കുട്ടീൻ്റെ അടുത്ത് നിന്നേ മതിയാവുള്ളായിരുന്നു. അങ്ങനെ ഞാൻ കരച്ചിലൊക്കെ അടക്കി പിടിച്ചിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യാനും, അന്നത്തെ എൻ്റെ മോളെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല. എനിക്ക് അത് കാണാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു. കാരണം എൻ്റെ കയ്യിലേക്ക് അന്ന് കൊണ്ടുപോകുന്ന ആ കുട്ടി എല്ലായിരുന്നു അവിടെ NICUലുണ്ടായിരുന്നു. മൂക്കിലൊക്കെ ട്യൂബൊക്കെ ഇട്ട്, നെത്തൊക്കെ എന്തൊക്കെയോ കുത്തി വെച്ചിട്ട്, കണ്ണൊക്കെ അടച്ച് വെച്ചിട്ട്, ഒരു പ്രത്യേക ഒരു ലൈറ്റിൻ്റെ അടിയിൽ. സത്യം പറഞ്ഞാൽ ഒരമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. എൻ്റെ മാമിയായിരുന്നു NICUലുണ്ടായിരുന്നു. മാമിക്ക് അത് എങ്ങനെയാണ് സഹിച്ചേ, എന്താ പറയുക, എങ്ങനെയാണ് അവിടെ നിന്ന് മാനേജ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ കുട്ടി എന്നല്ല, വേറെ കുട്ടികളെ കണ്ടിട്ട് വരെ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷെ ചില അമ്മമാരൊക്കെ അവിടെ നിന്ന് ചിരിച്ച് പിന്നെ എന്താ പറയുക റെഡി ആയിക്കോളും എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന അമ്മമാരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ ഞാനത് എങ്ങനെയാണ് മാനേജ് ചെയ്ത് ആ ഒരു ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അത്രയും ദിവസം എന്തുകൊണ്ട് എൻ്റെ പാരൻസും ഹസ്ബൻഡൊക്കെ ആ കാര്യങ്ങൾ എൻ്റെ നിന്ന് മറച്ച് വെച്ചു എന്നുള്ളതും എനിക്ക് ആ ഒരു മൊമെൻറ്റിലാണ് മനസ്സിലായത്. കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയ സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സാക്ഷി ഇല്ലാതെ നിൽക്കണം, അതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ. സത്യം പറഞ്ഞാൽ അവിടുത്തെ സിസ്റ്റർമാരൊക്കെ സമ്മതിക്കണം, ഓരോ കുട്ടീനെ വീതം അവർ അത്രയും അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മളെ കൺമുന്നിൽ നമ്മൾ കാണുന്നുണ്ട്. ആദ്യമൊക്കെ ബ്രസ്റ്റ് മിൽക്കൊക്കെ ഞാൻ കൊടുത്തു വിടുമ്പോൾ ഞാൻ വിചാരിക്കും എന്ത് കുട്ടിക്ക് കൊടുക്കുന്നുണ്ടാവും അവർ, അങ്ങനത്തെയൊക്കെ മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് അവർ ഓരോ കുട്ടീനെ അത്രയും ശ്രദ്ധയോടെ ഓരോ ഉറക്കം കളഞ്ഞിട്ട് വരെ അത്രയും നല്ലോണം അവർ ടേക്ക് കെയർ ഉണ്ടായിരുന്നു. അവരെ എന്താ പറയുക, അത്രയും അവരെ പറ്റി പറഞ്ഞാൽ മതിയാവില്ല. അങ്ങനെ നമ്മളെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അവർ സിറ്റുവേഷൻ അതാണ്, അത്രയും മക്കളെ നോക്കണം അവർ. അപ്പം അതുകൊണ്ടാണ് അവർ നമ്മളെ ചീത്ത പറയുന്നതൊക്കെ. എങ്കിൽ കൂടി അവർ അത്ര അടിപൊളിയായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡെലിവറി ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം.
എൻ്റെ അമ്മേനെയും മാമീനെ തന്നെയാണ്. അവർ നല്ല രീതിയിൽ കട്ടയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുട്ടീൻ്റെ കാര്യം നോക്കണം, എൻ്റെ കാര്യം നോക്കണം. ഇത്രയും ദിവസം എന്നെ അറിയാതെ ഹൈഡ് ചെയ്ത് വെച്ചു. കാരണം എനിക്ക് ഇനിയിപ്പോൾ ടെൻഷനും കാര്യമായിട്ട് സ്റ്റിച്ചിന് എന്തെങ്കിലും പറ്റുമോ അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. എന്നോടൊന്നും ആരൊന്നും ഓവർ പറയാനും പ്രഷർ കൊടുക്കാനൊന്നും നിന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഡെലിവറിയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് എൻ്റെ മോനെയാണ്. ഞാൻ അവനെ അങ്ങനെ വിട്ട് നിൽക്കാത്തൊരമ്മയാണ്. അവനെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്ത്. അവനെങ്ങനെയൊക്കെ ഇനി പുതിയ ബേബി വരുമ്പോൾ അവൻ്റെ മൈൻഡ് എങ്ങനെയൊക്കെയും എന്തായിരുന്നു അവളെ കണ്ടപ്പോഴുള്ള റിയാക്ഷൻ ഒന്നും എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡെലിവറി സ്റ്റോറി ആയിരുന്നു കേട്ടോ എൻ്റേത്. കുറച്ച് കോമഡിയും കുറച്ച് ട്രാജഡിയും ഒക്കെ കൂടി ചേർന്ന് ഒരു ഡെലിവറി സ്റ്റോറി ആക്കേണ്ടത്. നീട്ടിപ്പോയി. പക്ഷേ ഞാൻ ഒരുവിധം മാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെ കുട്ടീനെ നമ്മളെ കയ്യിലേക്ക് തന്നു. എനിക്ക് തോന്നുന്നു 8ാമത്തെ ദിവസമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നത്. കാരണം എനിക്ക് ഡിസ്ചാർജ് കിട്ടിയാലും കുട്ടി NICU ഡിസ്ചാർജ് ആയിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ 8ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയത്. ഡിസ്ചാർജ് ആവുന്ന സമയത്ത് NICUത്തെ സിസ്റ്റർമാർ നമുക്ക് നല്ല ക്ലാസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. NICUണ്ടായ കുട്ടീനെ എങ്ങനെ നോക്കണം, അവർക്ക് എങ്ങനെ ഫീഡ് ചെയ്യണം, അവരെങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്മൂത്തായി പോകാൻ കഴിഞ്ഞു. അവരെ പറഞ്ഞു തന്ന പല കാര്യങ്ങളും വെച്ചിട്ടും എല്ലാം ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ആൾ നല്ല ഉഷാറായിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞങ്ങളെ എന്താ പറയുക ഫാമിലി ഓരോ എന്താ പറയുക ഹാപ്പിനെസ്സും സാഡ്നെസ്സും എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.